ശ്രീ കൃഷ്ണദാസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ട ഒരു കേസായിരുന്നിട്ട് കൂടി അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല. അവിടെ ഒരു സമിതിയാണ് അന്വേഷിക്കുന്നത് ഇപ്പോഴും, കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ. അപ്പോൾ ഈ ജിൻഡോ ഉന്നയിച്ച ഈ ഒരു ആശങ്കയുണ്ടല്ലോ, അത് നിലനിൽക്കുന്നതാണല്ലോ എന്ന സംശയം ഉണ്ടാവും. മഞ്ജുഷ, അതിലൊന്നും ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നടപടികളെല്ലാം തുടങ്ങിയിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ IT ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുടെ എല്ലാം ഭാഗമായിട്ടാണ്. ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വാഴ്ത്തിപ്പാടുന്ന ആളുകളെല്ലാം ഈ റിപ്പോർട്ടുകളെല്ലാം സ്വീകരിക്കുകയും അതിന്റെ കഥകളെല്ലാം പുറത്തു കൊണ്ടുവരികയും എല്ലാം ചെയ്തിട്ടുള്ളത് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന് ശേഷമാണ്. അപ്പൊ ഇതെല്ലാം നമുക്കൊരു തമാശയായി മാത്രമേ കാണാനുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായി അതിൽ നടപടികൾ സ്വീകരിക്കുകയും കമ്പനീസ് ആക്ട് പ്രകാരം എടുക്കേണ്ട നടപടികൾ കൃത്യമായി നോട്ടീസ് കൊടുത്തെടുക്കുകയും അത് ROCയുടെ അത് 210 പ്രകാരമാണെങ്കിലും ഇനി കമ്പനീസ് ആക്ടിന്റെ 212 പ്രകാരമുള്ള നടപടിയെ സംബന്ധിച്ചാണെങ്കിലും അതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി വന്നു ചേരേണ്ടതാണ്. ഉദാഹരണത്തിന് 208 ശേഷമാണ് 210 നടപടികൾ ആരംഭിക്കുക. അങ്ങനെ 210 സെക്ഷൻ പ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് അതിന്റെ പ്രോസസ് നടക്കുക. ഒന്നുകിൽ അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറാം. അങ്ങനെ വരുന്നതോടുകൂടി നേരത്തെ ഇവിടെ അതിഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് അന്വേഷണങ്ങളെല്ലാം നിർത്തപ്പെടുകയും CBIയും IT ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അതിന്റെ ഭാഗമാവുകയും ഇതിൽ ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിലേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നേ ഉള്ളൂ. പക്ഷേ ഷോണിയുടെ പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ROCയുടെ റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് സീരിയസ് ആയിട്ടുള്ള അന്വേഷണം ROC ശുപാർശ ചെയ്തത്. എന്നിട്ടും ആ അന്വേഷണത്തിലേക്ക് പോയില്ല. അവിടെ EDയോട് അന്വേഷിപ്പിക്കാമായിരുന്നു, CBI കൊണ്ട് അന്വേഷിപ്പിക്കാമായിരുന്നു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷിക്കാമായിരുന്നു. അതൊന്നും ഉണ്ടാകാത്തതിലുള്ള സംശയമാണ്. മഞ്ജുഷ, അദ്ദേഹം കൊടുത്തിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് ഏത് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിലേത് പ്രയർ വേണമെങ്കിലും അദ്ദേഹത്തിന് വെക്കാനുള്ള അവകാശമുണ്ട്. അത് കോടതിയോട് അത് സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ലോ അനുസരിച്ച്, അതിന്റെ റൂൾ അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ച്, നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അദ്ദേഹത്തിന്റെ പെറ്റീഷൻ എന്തും അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ 208 സെക്ഷൻ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കപ്പെടുകയോ അതല്ലെങ്കിൽ 210 ഇപ്പോൾ നടക്കുന്ന 210 പ്രകാരമുള്ള നടപടികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ROCയുടെ അന്വേഷണങ്ങളും അതിന്റെ നടപടിക്രമങ്ങളുമാണ്. അതിനു മുൻപാണ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്നും ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നും അതിൽ കൃത്യമായ റിപ്പോർട്ടുകളില്ല എന്നും അവർ സേവനം നൽകാതെയാണ് പണം നൽകുന്ന സാഹചര്യം ഉണ്ടായതെന്നും സേവനം കൊടുക്കാതെയാണ് പണം കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായതെന്നും അത് ഒരാൾക്കല്ല, ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ പണം നൽകിയിട്ടുണ്ടെന്നും അവരിൽ നിന്ന് ഒരു സേവനവും കമ്പനി കൈപ്പറ്റിയിട്ടില്ല എന്നും എല്ലാമുള്ള റിപ്പോർട്ടുകളും മൊഴികളും എല്ലാം വരുന്നത് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുകളും മൊഴികളും ഒക്കെ മേടിച്ച് അട്ടത്ത് വെക്കുമ്പോൾ ശ്രീ കൃഷ്ണദാസ്, ഈ മുൻകാല അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും എന്നല്ലാതെ, കുറെ ഏജൻസികൾ വന്ന് അന്വേഷിക്കുമെന്നും അല്ലാതെ എന്ത് കണ്ടെത്തും എന്നുള്ളതാണ് പ്രധാനം. മഞ്ജുഷേ, നമുക്കൊരു നടപടി നടക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ടും രേഖകളും അതിന്റെ ഉപോത്ബലകമായിട്ടുള്ള അതിന്റെ വസ്തുതകളും എല്ലാം കിട്ടിയതിനു ശേഷം മാത്രമേ IT ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് അത് ഫ്രോഡ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്രിമം നടന്നിട്ടുണ്ടോ, പണം കൈപ്പറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തെളിഞ്ഞു വരേണ്ടതാണ്. അതിൽ 210 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ROC അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അതിന്റെ വസ്തുതകൾ ശേഖരിക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം അതിൽ ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് 212 എന്ന് പറയുന്ന നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുന്നിലേക്ക് ഇത് പോവുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷന്റെ ഭാഗമായി നടക്കേണ്ടതാണ്. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷന്റെ ഭാഗമായി നടക്കുന്നതിന് അന്വേഷണത്തിന് ചുമതല കൊടുത്തിട്ടുള്ള 3 പേരടങ്ങുന്ന സമിതിയെ സംബന്ധിച്ച് അവർക്ക് 4 മാസത്തെ സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം. അതിനൊരു സമയക്ലിപ്തമായിട്ടല്ലേ അത് ചെയ്യാൻ വേണ്ടി കഴിയൂ.